ഘടകകക്ഷിയായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഘടകകക്ഷിയായി എടുക്കണമെന്നൊരു ആവശ്യം ഉണ്ടായിട്ടില്ല, ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ മുന്നണിയിലേക്ക് ഏതെങ്കിലും കക്ഷികളെ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരാലോചന പോലും നടന്നിട്ടില്ല. ഇതെല്ലാം CPM നടത്തുന്ന കള്ളപ്രചരണമാണ്. ഇല്ല 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 ഒരു വെല്ലുവിളിയുമില്ല. ആരെയും ഞങ്ങളെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഹിന്ദു മഹാസഭ അവരെ പിന്തുണച്ചല്ലോ. ഒരു ഹിന്ദു മഹാസഭയും ഒരു 2 സ്വാമിമാരും ചേർന്ന് ഇപ്പൊ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ല, അംഗീകരിച്ചിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ഗോവിന്ദ മാഷ് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അത് അല്ല, അതെ, ഗോവിന്ദ മാഷുമായിട്ട് ആയിരിക്കില്ല, വിജയരാഘവനുമായിട്ടായിരിക്കും. RSSന്റെ ഇസ്ലാം പതിപ്പാണ് ഈ ജമാഅത്ത് ഇസ്ലാമി CPI പറയുന്ന അഭിപ്രായത്തോട് CPM-ന് പറയുന്നതിന് യോജിപ്പില്ലല്ലോ. ഗവർണർ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി RSSന്റെ കൊടി വെച്ചതിനെ സംബന്ധിച്ച് ഗോവിന്ദ മാഷ് ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ. അതുകൊണ്ട് ബിനോയ് വിശ്വം പറയുന്നത് CPM-ന് സ്വീകാര്യമാണോ എന്നുള്ളത് ആലോചിക്കണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPM പരിപൂർണമായി തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. എന്തിന്? BJPയുടെ വോട്ട്, BJPയുടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? അത് CPM-നെ സഹായിക്കാനാണ്. അവർ തമ്മിലൊരു അന്തർധാര കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന BJP കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ BJPയുടെ വോട്ട് മറിച്ചു കൊടുത്തതുപോലെ പല സ്ഥലങ്ങളിലും ഈ കൂട്ടുകെട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അതിനുള്ള സാധ്യത വളരെയേറെയാണ്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF തിളക്കമാർന്ന വിജയം നിലമ്പൂരിൽ നേടും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, നമുക്കെല്ലാവർക്കും പാർട്ടിക്ക് മുഴുവൻ ഉത്തരവാദിത്തമുള്ളതല്ലേ? UDF-ന് മുഴുവൻ ഉത്തരവാദിത്തമുണ്ട്. UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്, കേരളത്തിന്റെ ആവശ്യമാണ്. ഒരു ഭരണമാറ്റം അടുത്ത 8-9 മാസം കഴിയുമ്പോൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഉള്ള ആദ്യത്തെ പടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പാണ്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് കേരളത്തിലെ ഒരു ഭരണമാറ്റമാണ്. കേരളത്തിൽ അടുത്ത UDF ഗവൺമെന്റ് വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയായിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്.